മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കാം. എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? കണ്ടോ, പഴം. വേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെറുപഴം അടിച്ചെടുക്കുക. ചെറുപഴം, പിണ്ണാക്ക്, ചാണകം, മണ്ണ്, അതും എല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്ക് വളം ഉണ്ടാക്കാം. ഇതാ പിണ്ണാക്ക് വെള്ളത്തിലിട്ടു കൊടുത്തു. ഇനി നമുക്ക് ചാണകം അപ്പുറത്ത് കലക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പഴം അടിക്കട്ടെ. അപ്പോഴത്തേക്ക് ചെറുപഴം അടിച്ചെടുക്കാം ആദ്യം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. നമുക്ക് പച്ചക്കറിക്കും തെങ്ങിനും കമുകിനും ഒക്കെ ഒഴിക്കാൻ പറ്റിയൊരു വളമാണ്. അടിക്കട്ടെ, അടിച്ചിട്ട് കാണിക്കാം. നമ്മൾ പഴം അടിച്ചെടുത്തു. നമുക്കെന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓരോ വളങ്ങളൊക്കെ കണ്ടുപിടിക്കണ്ടേ? ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? നമുക്കും കണ്ടുപിടിക്കാം ഓരോന്നോരോന്ന്. പക്ഷേ ഇത് വളം നല്ല ഇതാണ്. ഞങ്ങൾ എല്ലാ കൃഷിക്കും ഇത് തന്നെ ആയിരിക്കും. തെങ്ങിനും കമുകിനും കൊക്കോയ്ക്കും കപ്പയ്ക്കും എല്ലാത്തിനും ഇത് വളമാണ് ചേർക്കുന്നത്. പക്ഷേ ഇരട്ടി ആയിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. നിങ്ങളെല്ലാം ചെയ്തു നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. പച്ചക്കറിക്ക് വളക്കൂട്ട്. പിണ്ണാക്ക്, ചാണകം, പഴം അടിച്ചത്, കുറച്ച് മണ്ണ് എല്ലാം കൂടെ അടിച്ചിട്ട് യോജിപ്പിച്ച് വെക്കുക. 5-6 ദിവസം വെക്കുക, പുളിക്കാൻ വെക്കുക. എന്നിട്ടത് വൈകുമ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തെങ്ങിന്, കപ്പയ്ക്ക്, ചേമ്പിന്, വാഴയ്ക്ക്, പച്ചക്കറിയൊക്കെ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക. നല്ല വളമാണ്. നമ്മൾ പെട്ടെന്നാണ് ആ ഫലങ്ങൾ വൃക്ഷങ്ങളും എല്ലാം നല്ല പെട്ടെന്ന് ആരോഗ്യത്തോട് വളരാനും നല്ലതാണ്. നിങ്ങളെല്ലാം ചെയ്തു നോക്കണം കേട്ടോ. ചെയ്തു നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. എനിക്കിനി പഴമൊക്കെ കുറേ അടിക്കാനുണ്ട്, പണിയുണ്ട്. അതുകൊണ്ട് പിന്നെ എപ്പോഴേലും എടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. പച്ചക്കറിയുടെ കൂട്ടുവളം. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് വളമാക്കി എടുക്കണം. എൻ്റെ ചാനൽ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ കിച്ചൺ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.